എന്താണ് പ്രാർത്ഥന? ഈശ്വര പ്രാർത്ഥനയ്ക്കായി പ്രത്യേക കേന്ദ്രമില്ല എന്ന സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പ്രപഞ്ചം മുഴുവൻ ആ ഗുണമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന എവിടെ വെച്ച് വേണമെങ്കിലും ആകാം. രോഗിയുടെ കട്ടിലിന് താഴെ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അടുത്ത ബന്ധുക്കളെ നമുക്ക് ആശുപത്രിയിൽ കാണാനാവും. അപ്പോൾ ആശുപത്രിയിലും ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ്. തിരക്ക് ഏറെ അനുഭവപ്പെടുന്ന മാർക്കറ്റുകളിൽ തൻ്റെ ഉൽപ്പന്നം വിറ്റഴിക്കാനുള്ള പ്രാർത്ഥന കച്ചവടക്കാർ നടത്തുന്നത് നമുക്ക് കാണാനാവും, നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരുടെയും മതവിശ്വാസം പോലെ അമ്പലത്തിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിക്കാം. പക്ഷേ ഇതിലൊന്നും ഏകാന്തത ലഭിക്കില്ല, അതുകൊണ്ട് തന്നെ നിർവൃതിയും ലഭിക്കില്ല. ജയിലിനുള്ളിൽ ഏകാന്തത അനുഭവിക്കുന്ന കുറ്റവാളിയും അഴികൾക്കുള്ളിലിരുന്ന ഒരു ഈശ്വരനെ കാണുന്നുണ്ട്. വിളക്കിനും ഇരുട്ടിനും ഇടയിലൂടെ ലഭിക്കുന്ന ഏകാന്തത സമൂഹ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ ലഭിക്കില്ല. ഇരുട്ടിലെ തിരുനാളവും നമ്മുടെ മിഴികൾ അനുഭവിക്കുന്ന സുഖവും മറ്റെങ്ങും ലഭിക്കില്ല. നിശബ്ദതയുടെ ഇന്ദ്രിയ സ്വർഗവും നിർവൃതിയും പ്രാർത്ഥനായോഗങ്ങളിൽ ലഭിക്കില്ല. ഇരുട്ടിന്റെ കവചങ്ങളെ ഭേദിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് കരിച്ചെത്തുന്ന രശ്മികൾ നൽകുന്നൊരു സുഖം മറ്റൊന്നിനുമാവില്ല. ഇരുട്ടിലെ കുഞ്ഞു വെളിച്ചത്തിലും മനുഷ്യൻ തിരിച്ചറിയാത്ത ഒരു ഗായത്രി രഹസ്യമുണ്ട്. വിളക്കിലൂടെ ഊർജം സ്വീകരിക്കാനുള്ള വിദ്യ പ്രകൃതി പഠിപ്പിക്കുന്നുണ്ട്. കാടിന്റെ മനോഹാരിതയിലും കടലിന്റെ നീലിമയിലും ഈശ്വരനെ കാണാൻ കഴിയണം. അവിടെ മതനിയമങ്ങളോ അയിത്തമോ ഒന്നും ബാധകമല്ല. മനസ്സിന് സുഖം നൽകുന്ന എന്തും പ്രാർത്ഥനയാണ്. അതൊക്കെ തിരിച്ചറിയുന്നതും നല്ല പ്രാർത്ഥനയാണ്. മിതമായി സംസാരിക്കുക എന്നത് നല്ലൊരു പ്രാർത്ഥനയാണ്. നിയന്ത്രണങ്ങളില്ലാത്ത, വർഗചിന്തകളില്ലാത്ത ഒരേ ഒരു ഈശ്വരൻ പ്രകൃതി മാത്രമാണെന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. ഗുഹകളിൽ ഏകാന്തമായ ഈശ്വരഭാവം കാണാം. അന്ധകാരത്തിലെ കറുത്ത തിരുനാളത്തിലേക്ക് മെഴുന്നി നോക്കി പുഞ്ചിരി പൊഴിക്കാം. ഉറക്കം വരാത്ത രാത്രികളിൽ ചന്ദ്രനെയും നക്ഷത്രക്കൂട്ടങ്ങളെയും നോക്കി വീഴ്ന്നിട്ടിരിക്കുന്നതും പ്രാർത്ഥനയാണ്. പ്രഭാതം വിടരുന്നത് നോക്കിയിരിക്കുന്നത് പ്രാർത്ഥനയാണ്. രാപ്പൂക്കൾ വിടരാൻ കാത്തിരിക്കുന്നതും പ്രാർത്ഥനയാണ്. മധുരമായ ഗാനങ്ങൾ പാടുന്നതും കേൾക്കുന്നതും പ്രാർത്ഥനയാണ്. ഹരിതകവർണമായ പ്രകൃതിയിലെ പൂക്കളും പൂമ്പാറ്റയും പ്രാർത്ഥനയാണ്. രാക്ലികളുടെ പാട്ടുകൾ പ്രാർത്ഥനയാണ്. ചിരിക്കുന്ന കണ്ണുകളിൽ ധന്യത പ്രാർത്ഥനയാണ്. മൗനം ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ്. സർവ്വതും ആസ്വദിക്കാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കുക. അറിവില്ലായ്മ തടസ്സമാകാതെ ഇരിക്കട്ടെ. ഒന്നും വൈകിപ്പോയിട്ടില്ല. ഈശ്വരനെ അടുത്തറിയാൻ ഏറെ സമയം നിങ്ങളെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. അതെ, വേദങ്ങളിലെ ഈശ്വരൻ പ്രകൃതിയാണ്. ഈ അറിവുകളൊക്കെ ലഭിച്ചത് അനിൽജിയിൽ നിന്നാണ്. അദ്ദേഹത്തിന് സാദരം പ്രണമിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.